നമസ്കാരം കൂട്ടുകാരെ, പതിവ് പോലെ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ്. ചപ്പാത്തിക്ക് ആട്ട കുഴച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫോൺ കോൾ വന്നത്. 2 പേര് വിരുന്നുകാർ വരുന്നെന്ന്, അതായത് നാത്തൂനും നാത്തൂൻ്റെ അമ്മയും. പെട്ടെന്ന് തന്നെ ഞാൻ തീ കത്തിച്ച് കഞ്ഞി അടുപ്പിലോട്ടിട്ടു. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കിന് അവർക്ക് ഭക്ഷണം കൊടുക്കണം. ഏകദേശം 8 മണിയൊക്കെയായി. അവരത് 10-10:30 ആകുമ്പോഴത്തേക്കിന് വീട്ടിൽ വരും. അവരുടെ പറമ്പുണ്ട് അടുത്ത്. അപ്പോൾ അവിടെ തേങ്ങയൊക്കെ പിരിച്ചിട്ടിട്ടുണ്ട്, അതൊക്കെ എടുക്കാനാണ് വരുന്നത്. ഇപ്പോഴേ വീട്ടിലൊക്കെ വന്നിട്ടേ പോകത്തുള്ളൂ, അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണം. ഇപ്പോൾ 8-8:30 ആയപ്പോഴാണ് വിവരം അറിയുന്നത്. പിന്നെ തകൃതി പണിയായിരുന്നു. കറി ഞാൻ കുമ്പളങ്ങ മോരുകറിയാണ് വെക്കുന്നത്. കഴിഞ്ഞ ദിവസം കുമ്പളങ്ങയുടെ കുറച്ച് കഷ്ണങ്ങൾ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അത് ഞാൻ കറി വയ്ക്കാനായിട്ട് ആ കഷ്ണങ്ങൾ എടുത്തു. കൂടെ കുറച്ച് പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി കറിക്ക് വേണ്ടി അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ ചിരകിയെടുക്കാം. അപ്പോൾ കറിക്കും തോരനും കൂടെയുള്ള തേങ്ങയാണ് ഞാൻ ചിരകിയെടുക്കുന്നത്. അച്ചിങ്ങാപ്പയർ കുറച്ചുണ്ടായിരുന്നു, അത് അരിഞ്ഞെടുക്കുകയാണ് തോരൻ വയ്ക്കാനായിട്ട്. ചെറുതായി അരിഞ്ഞെടുത്ത അച്ചിങ്ങാപ്പയറിലേക്ക് 1 സവാളയും 3-4 പച്ചമുളകും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഈ പച്ചമുളകിന് അധികം എരിവില്ല. സാധാരണ ഇതുപോലുള്ള പച്ചമുളകിന് നല്ല എരിവുണ്ടായിരുന്നു. പക്ഷേ ഈ മുളകിന് അധികം എരിവില്ല. എന്നാലും 3-4 പച്ചമുളക് കൂടുതൽ ഇടുന്നില്ല, കാരണം വരുന്നവർക്ക് അധികം എരിവ് വേണ്ട. അധികം എരിവ് കഴിക്കാറില്ല. എങ്കിലും ഞാൻ വയ്ക്കുമ്പോൾ എനിക്ക് എരിവ് ഇഷ്ടമാണ്. ഞാൻ 4-5 പച്ചമുളക് ഇടുന്ന വഴി എരിവ് കൂടും എനിക്കറിയാം. എങ്കിലും വളരെ കുറയ്ക്കാൻ നോക്കുകയാണ് ഞാൻ. നാളെ ഓണച്ചന്ത ആയതുകൊണ്ട് ഇന്ന് മേടിക്കുന്നില്ലെന്ന് വിചാരിച്ച സാധനങ്ങളൊക്കെ, അതുകൊണ്ട് പച്ചക്കറിയൊക്കെ വളരെ കുറവാണ്. നാളെ പോയി വാങ്ങിക്കണം പച്ചക്കറികളൊക്കെ. ഇന്ന് എൻ്റെ കയ്യിൽ ഇത്രയൊക്കെ പച്ചക്കറികളൊക്കെ ഉള്ളൂ, കാരണം അച്ചിങ്ങാപ്പയർ ഇരിപ്പുണ്ടായിരുന്നു, അതങ്ങ് തോരൻ വയ്ക്കാം. പിന്നെ കുറച്ച് മീൻ ഇരിപ്പുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ചിക്കൻ വാങ്ങിച്ചിരുന്നേ, അതിൻ്റെ പകുതി ഇരിപ്പുണ്ട്. ഞാൻ കുറച്ച് തേങ്ങ ചിരകി വെച്ചിരുന്നുവല്ലോ. ഞാൻ നോക്കിയപ്പോഴാണെങ്കിൽ ആ കിളിയാണെങ്കിൽ തേങ്ങ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2-3 കിളികൾ സ്ഥിരമായിട്ട് വരുന്നുണ്ടല്ലോ. പിന്നെ അത്രയും ഭാഗം ഞാൻ എടുത്ത് ആ കിളിക്ക് തന്നെ കൊടുത്തു. തേങ്ങ കളയാൻ പറ്റില്ലല്ലോ, തേങ്ങയുടെ ബുദ്ധിമുട്ടാണ് തേങ്ങയ്ക്കൊക്കെ. അങ്ങനെ കളയാൻ പറ്റുമോ തേങ്ങ? അതിൻ്റെ ആ കുത്തിയ ഭാഗം മാത്രം എടുത്ത് ഞാൻ അതുങ്ങൾക്ക് തന്നെ കൊടുത്തു കഴിക്കാനായിട്ട്. എവിടെ കൂടെ വന്ന് കയറിയോ എന്തോ അറിയത്തേയില്ല. പയറിനെ അരയ്ക്കാനെടുത്തത് 2 കൈപ്പിടി തേങ്ങ, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇവ ചേർത്തൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരിഞ്ഞു വെച്ച പയറിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പോടിട്ട് ഇളക്കി അടുപ്പത്ത് വയ്ക്കാം. അങ്ങനെ തോരൻ തയ്യാറാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു. ഇനിയും കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ, കുറച്ച് ജീരകം, കുറച്ച് വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, 1 പച്ചമുളക്, പിന്നെ ആവശ്യാനുസരണം ഉപ്പ്, അരപ്പിന് ചേരുന്ന ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുകയാണ്. നല്ല മഷിപ്പരുവത്തിന് അരച്ചെടുക്കണം. അരച്ചെടുത്തുകൊണ്ട് വരട്ടെ. അതിൻ്റെ കൂടെ 2-3 അല്ലി ചുവന്നുള്ളിയും അരിഞ്ഞിട്ടേ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അങ്ങനെ അരപ്പ് തയ്യാറാക്കിയെടുത്തു. ഇനിയും വെന്ത് വെച്ച കുമ്പളങ്ങ കഷ്ണങ്ങളിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് ഞാൻ
ഇപ്പം ചൂടാക്കുന്നില്ല. ഇതിൻ്റെ കൂടെ മോര്, അതായത് തൈര് ഉടച്ചത് ഞാൻ വെച്ചിട്ടുണ്ട് എടുത്ത്. അപ്പോൾ അതുകൂടെ ഒന്ന് എടുത്തുകൊണ്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് അതുകൂടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ കറിക്ക് വേണ്ടി കടുക് വറക്കാനുള്ള ഉള്ളിയും വറ്റൽമുളകും ഒക്കെ അരിഞ്ഞെടുക്കാം. ഇനിയും കുമ്പളങ്ങ കറിയിലേക്ക് തൈരൂടെ ചേർത്ത് കൊടുക്കാം. ഉടച്ച തൈരാണ്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി ആവി വരുന്നിടം വരെ ഇളക്കാം. അധികം തിളച്ചാൽ പിരിഞ്ഞു പോകുമല്ലോ. ഇപ്പോഴേ ഒന്ന് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം കടുക് വറുത്തിടാം. അങ്ങനെ കുമ്പളങ്ങ മോരുകറിയിലേക്ക് കടുക് വറുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് ഉലുവ പൊടിച്ചതോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുമ്പളങ്ങ മോരുകറി ഇവിടെ തയ്യാറായി. ഇനിയും കുറച്ച് ചിക്കനുണ്ട്, അത് കറി വയ്ക്കാൻ പോവുകയാണ്. അപ്പോഴേ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ചിക്കനിലേക്ക് മസാലയൊക്കെ പുരട്ടി വയ്ക്കാം. പിന്നെ കുറച്ച് മീനിരിപ്പുണ്ടായിരുന്നു, അതൊന്ന് കഴുകി വൃത്തിയാക്കുകയാണ് കറി വയ്ക്കാനായിട്ട്. അപ്പോൾ മീൻ കറിയൊക്കെ തയ്യാറാക്കി, ചിക്കനുമൊക്കെ തയ്യാറാക്കി. എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും എഴുതി അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു ബ്ലോഗുമായിട്ട് വീണ്ടും ഞാൻ വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു.